ഹലോ ആഷിഖേ. കളി ജയിച്ചു കാക്ക, കളി ജയിച്ചു. കളി സൂപ്പർ ആയിരുന്നു, സൂപ്പർ കളിയായിരുന്നു. കാരണം പ്രതീക്ഷിച്ചതിനേക്കാൾ നമ്മൾ വിചാരിച്ചതൊന്നും നടന്നു ഒന്നായിരുന്നു. തീർച്ചയായിട്ടും. നീ മലപ്പുറത്ത് പോയി എന്തായി? അവിടെ ഹെവി ആയിരുന്നു. ഹെവി അവിടെ പോയത് ഹെവിയാണ്, സ്ക്രീനും ഹെവി ആയിരുന്നു, ആള് ഹെവി ആയിരുന്നു, ജനവും ജനസാഗരവും അല്ലേ? ഒരു രക്ഷയില്ല. ഒരു ഉത്സവമായി മാറി. ഉറൂസ് ഉണ്ടല്ലോ, നമ്മളെ ഈ ഉറൂസ് അതേമാതിരിയാണ് അവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു കളിയുടെ ഒരു പൾസ്? നീ പറ. കളിയുടെ പൾസ് പറഞ്ഞ ആദ്യത്തെ ഹാഫ് ടൈം ഒരുപാട് നിരാശായി. കാരണം ഈജിപ്ത് നല്ലൊരു ഫോം ആയിരുന്നു. രണ്ടാമതായപ്പോഴേക്കും ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കളി കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. അതെ, പക്ഷെ ലാസ്റ്റ് ഒരു 12 മിനിറ്റ്, ലാസ്റ്റത്തെ 12 മിനിറ്റ് പ്രതീക്ഷിച്ചില്ല. ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം സംഭവിച്ചു. അർജന്റീന ഒരു മിറാക്കിൾ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതൊരു കൊടുങ്കാറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഉറപ്പാണ്. അതിൽ ഞാൻ സംശയം പറയുന്നില്ല. പിന്നെ യാഥാർത്ഥ്യമായിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നോക്കുന്നതിൽ നമ്മൾ കണ്ടോണ്ടിരുന്നവരൊക്കെ ഒരു മൂന്നാമത്തെ ഗോൾ ന്യായീകരിക്കാൻ പറ്റൂല. ഞാൻ അർജന്റീന ഫാൻ ആണെങ്കിലും അത് ഞാൻ ന്യായീകരിക്കൂല. അതെ, അതായത് നേരെ മറിച്ച് നമ്മൾ ചിന്തിച്ചതൊന്ന് നടന്നൊന്ന് ഇതായിപ്പോയി. കളിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ആ കളി നമ്മൾ ആസ്വദിക്കുന്നു. അത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന് വീഴുന്നതും പിന്നെ ഈ ചർച്ചകളും ഇതെല്ലാം ഉടലെടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും കളി നടന്നു, കളി വിജയിച്ചു. കളി വിജയിച്ചു. ഇനി നമുക്ക് അടുത്ത കളിയിലോട്ട് നീങ്ങാം. ഏതാണ് നടക്കാൻ പോകുന്നത് അല്ലേ? അടുത്ത ഇനി എപ്പോഴാണ് അർജന്റീനയുടെ കളി? അടുത്ത അർജന്റീന കളി ഇനി 12-ാം തീയതി. നമുക്ക് നോക്കാം. ഇന്ന് ജയിക്കുന്ന അവർ സത്യമായിട്ട് നേരായ വഴിയിൽ കൂടിയാണ് അർജന്റീന ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ കപ്പ് അർജന്റീന കൊണ്ടുപോകും. അതല്ലെങ്കിൽ അവർ കൊണ്ടുപോകും. ഒരിക്കലും കൊണ്ടുപോകില്ല. നമുക്കൊരിക്കലും വേറെ കള്ളത്തരത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഒരിക്കലും. നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യം. ഫൗള് കാണിച്ചിട്ട് കളി നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതെ, മൂന്നാമത്തെ ഗോൾ അത് ഫൗളാണ്. പിന്നെ 90 മിനിറ്റുള്ള അധിക കളികൾ 90 മിനിറ്റിലേക്ക് ആകുമ്പോഴേക്കും ഫൗള് വിളിക്കുക. അതെ, അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നീ ചിന്തിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കളിയാണ് ഇവര് ഈജിപ്തിൽ നിന്ന് വന്നത്. നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു കളി വരുമെന്നുള്ളത്. ഈജിപ്ത് നല്ല ഫോമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ കാക്കട്ട പറഞ്ഞിട്ടാ പോണത്. നമ്മള് ഫുഡ് അവിടെ നിന്ന് കഴിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു, കാക്ക ഈജിപ്ത് നിസ്സാരക്കാരല്ല, കാരണം സ്ഥലം അത്രയും നല്ല കളിക്കുന്ന നല്ല പരിശ്രമിച്ചു. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കളിയിൽ കാണാം. ആര് ജയിക്കും, ആര് കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് കളി കണ്ടു തന്നെ അറിയാം. ഓക്കെ, ബൈ, സീ യു.